നമസ്കാരം. പ്രധാന വാർത്തകൾ. വഴിയാത്രക്കാരനെ കല്ലുകൊണ്ട് ആക്രമിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ശ്രീജിത്ത് അറസ്റ്റിൽ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ശ്രീജിത്തിനെ വധശ്രമത്തിന് അറസ്റ്റ് ചെയ്തു. രാജാജി നഗർ സ്വദേശി സുരേഷ് കുമാറിനെ ആക്രമിച്ച കേസിലാണ് കണ്ടോൺമെന്റ് പോലീസ് ശ്രീജിത്തിനെ അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച വൈകിട്ട് 7ഓടെയായിരുന്നു സംഭവം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശ്രീജിത്ത് കെട്ടിയൊരുക്കിയ സമരസ്ഥലത്തിന് സമീപത്ത് കൂടി പോയ സുരേഷും ശ്രീജിത്തും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തുടർന്ന് പ്രകോപിതനായ ശ്രീജിത്ത് സമീപത്തുണ്ടായിരുന്ന കല്ലെടുത്ത് സുരേഷിനെ ആക്രമിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സുരേഷിനെ ജനറൽ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സുരേഷിന്റെ പരാതിയിൽ രാത്രി 9:30 കണ്ടോൺമെന്റ് പോലീസ് ശ്രീജിത്തിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇയാളെ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കും. കിളിമാനൂരിൽ മിനിലോറിക്ക് പിന്നിൽ ലോറി ഇടിച്ച് യുവാക്കൾ മരിച്ചു. പുളിമാനത്ത് സ്വദേശിയായ രഞ്ജു, അനി എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 2 മണിയോടെ പുളിമാത്ത് ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടം സംഭവിച്ചത്. മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിൽ. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കൊല്ലം എറണാകുളം സ്പെഷ്യൽ മെമു സർവീസ് ആരംഭിച്ചു. 2 സ്റ്റോപ്പുകൾ കൂടി അനുവദിച്ചു. സമയക്രമത്തിൽ മാറ്റം. യാത്രാ ദുരിതത്തെക്കുറിച്ചുള്ള പരാതികളെ തുടർന്ന് റെയിൽവേ പ്രഖ്യാപിച്ച കൊല്ലം എറണാകുളം സ്പെഷ്യൽ മെമു സർവീസ് ഇന്ന് തുടക്കമായി. 8 കോച്ചുകളുള്ള മെമു ആണ് കോട്ടയം വഴി സർവീസ് നടത്തുക. യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ച് 2 സ്റ്റോപ്പുകൾ കൂടി അനുവദിച്ചതോടെ സമയക്രമത്തിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. മൺട്രോത്തുരുത്തും പെരിനാടുമാണ് പുതിയതായി സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത്. കൊല്ലത്ത് നിന്നും 5:55 ട്രെയിൻ പുറപ്പെടുക. നേരത്തെ 6:15 പുറപ്പെടുന്ന രീതിയിലായിരുന്നു സമയക്രമം നിശ്ചയിച്ചിരുന്നത്. രാവിലെ 5:55 കൊല്ലം സ്റ്റേഷനിൽ നിന്ന് യാത്ര തിരിച്ച് 9:35 എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷനിൽ എത്തിച്ചേരും. ആകെ 18 സ്റ്റോപ്പുകളാണ് ഉണ്ടാവുക. തിരികെ 9:50 എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 1:30 കൊല്ലത്ത് എത്തിച്ചേരും. ശനിയും ഞായറും സർവീസ് ഉണ്ടായിരിക്കുന്നതല്ല. നടൻ സിദ്ദിഖ് ഇന്ന് പോലീസിന് മുന്നിൽ ഹാജരാകും. ബലാത്സംഗ കേസിലെ പ്രതിയായ നടൻ സിദ്ദിഖ് ഇന്ന് പോലീസിന് മുന്നിൽ ഹാജരാകും. തിരുവനന്തപുരത്ത് ഹാജരാകാനായി പ്രത്യേക സംഘം നോട്ടീസ് നൽകിയിരുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ തയ്യാറാണെന്ന് സിദ്ദിഖ് പോലീസിന് ഇമെയിൽ അയച്ചിരുന്നു. ഇതിന് മറുപടിയായാണ് സിദ്ദിഖിനോട് ഹാജരാകാൻ നോട്ടീസ് നൽകിയത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ നർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണറാണ് നോട്ടീസ് നൽകിയത്. സിദ്ദിഖിനെ ഇന്ന് ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കും. അൻവറിന് അതേ വേദിയിൽ തന്നെ മറുപടി കൊടുക്കാൻ CPM. ആളെ കൂട്ടാൻ നെട്ടോട്ടം. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അതേ വേദിയിൽ തന്നെ മറുപടി പറയാൻ CPM. അൻവർ ആദ്യം പൊതുയോഗം നടത്തി നിലമ്പൂർ ചന്തക്കുന്നിൽ CPM ഇന്ന് വിശദീകരണ യോഗം നടത്തും. CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. KT ജലീലും യോഗത്തിൽ പ്രസംഗിക്കും. വൈകിട്ട് 6 മണിക്കാണ് പൊതുയോഗം. അൻവറിന്റെ പൊതുസമ്മേളനത്തിൽ എത്തിയതിനേക്കാൾ കൂടുതൽ പേരെ എത്തിക്കാനാണ് CPMന്റെ ശ്രമം. വൻ ജനങ്ങളാണ് അൻവറിന്റെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയത്.